അഅ്ലമു ആയത്തും ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാ പറയുന്നു, അൽ ഹയ്യുൽ ഖയ്യൂം. ആ റബ്ബിന് നാശമില്ല, മരണമില്ല, അവനെന്നും ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം, എല്ലാം നോക്കി അടക്കി ഭരിച്ച് നിലനിർത്തുന്നവനാണ്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അവന് തൂങ്ങി ഉറക്കമില്ല, തൂങ്ങി ഉറങ്ങുന്ന പതിവില്ല, തൂക്കം ഉറക്കമില്ല. വലാ നൗം, അവന് ഉറക്കമേ ഇല്ല. ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന ആ ആയത്തുൽ കുർസിയുണ്ടല്ലോ, വല്ലാത്ത പവറുള്ള ആയത്താണ്. സൂറത്തിൽ വെച്ച്, എല്ലാ ആയത്തുകളിൽ വെച്ച് ഏറ്റവും പവറുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഇറങ്ങുന്ന സമയത്ത്, ആയത്തുൽ കുർസി അള്ളാഹു ഇറക്കിയ സമയത്ത് ഇബ്ലീസ് പേടിച്ചുപോയി, ഇബ്ലീസ് വിറച്ചുപോയി. കാരണം എന്താണ് ഈ ഭൂമിയിലേക്ക് വീണതെന്ന്, എന്താണെന്ന് പേടിച്ചു പോയപ്പോൾ, അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അത് ഖുർആനിൻ്റെ ആയത്തായ ആയത്തുൽ കുർസി ഇറങ്ങിയതാണെന്ന് അവർ അപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, ആയത്തുൽ കുർസി എല്ലാത്തിനും മരുന്നാണ്, എല്ലാത്തിനും കാവലാണ്. ഒരാൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനിക്ക് ഏത് പ്രാവശ്യം ചൊല്ലാൻ സുന്നത്തുണ്ട് കേട്ടോ. ഏത് നല്ല കാര്യത്തിനും, കൃഷി ചെയ്യുന്നുണ്ടോ, ബിസിനസ് ചെയ്യുന്നുണ്ടോ, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എല്ലാത്തിനും ആയത്തുൽ കുർസി ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് തുടങ്ങിക്കോ. അതൊരു വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്. നമുക്ക് അള്ളാഹു ഇതിന് തൗഫീക്ക് നൽകട്ടെ.